അപ്പോ എന്റെ അണ്ണൻ അല്ലി ടീച്ചറെ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. അണ്ണോയ്, എന്താണ് എത്ര ആലോചന? ഞാൻ ആ പെണ്ണിനെ കുറിച്ച് ആലോചിക്കാനാണ്. എന്താ പറഞ്ഞത്? പെണ്ണിനെ കുറിച്ച് ആലോചിക്കാനാ? ആഞ്ജനേയ ഭക്തന് ആലോചിക്കാൻ പറ്റിയ വിഷയം തന്നെ പെണ്ണ്. ഓ, എന്തൊക്കെ വാചകോടിയായിരുന്നു മുമ്പ്. അന്ന് എന്താ എന്നോട് പറഞ്ഞത്? ISI മാർക്കുള്ള 916 ഭക്തനാണെന്നല്ലേ? എന്നിട്ടിപ്പോ 916 പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. കൊള്ളാം. അന്നൊക്കെ ബ്രഹ്മചാരിയുടെ ഭക്തനാന്ന് പറഞ്ഞുള്ള തള്ളു കേട്ടോണ്ടല്ലോ, ഒരു രൂപക്കൂട് പണിഞ്ഞ് അതിൽ ഇരുത്താൻ തോന്നുന്നു. മുമ്പ് പെണ്ണുങ്ങളെ കാണുമ്പോ ഓടി ഒളിച്ചോണ്ടിരുന്ന ആളാ, ഇപ്പൊ പെണ്ണുങ്ങളെ കുറെ ഓടുന്നു. ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്. ആ ആനന്ദവല്ലിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അണ്ണാ, എത്രയും വേഗം അതിനെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ പാരയാവുന്നു. അതെങ്ങനെയാടാ പറഞ്ഞു വിടുന്നത്? കുറച്ചു ദിവസം താമസിക്കാനല്ല അവർ വന്നത്. അന്ന് അച്ഛനെ സമ്മതിക്കുകയും ചെയ്തതാ. പിന്നെ എന്തു പറയാനാ? ഞാനൊരു വിധത്തിൽ കടിച്ചു പിടിച്ച് സഹിക്കുക. അണ്ണന്റെ അച്ഛന് ബുദ്ധിയുണ്ട്. എന്താടാ അച്ഛന്റെ ബുദ്ധിയും ഇതുമായിട്ട് എന്താ ബന്ധം? അണ്ണനോട് അച്ഛനും മറ്റും കല്യാണ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പോഴൊക്കെ അണ്ണൻ എന്തുവാ പറഞ്ഞത്? ആഞ്ജനേയ ഭക്തനാണ്, ആസ്ഥാന ഗുരുവാണ്, ബ്രഹ്മചാരിയാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെയല്ലേ? അതൊന്ന് മാറ്റിയെടുക്കാൻ അച്ഛൻ കണ്ട വഴിയാണിത്. പൂച്ചയെ പേടിയുള്ളവന്റെ പേടി മാറാൻ പൂച്ചയുടെ കഴിയണമെന്നല്ലേ? പാമ്പിനെ പേടിയുള്ളവന്റെ പേടി മാറ്റാൻ പാമ്പും കൂട്ടിലിട്ടാ മതി. അണ്ണന്റെ സ്ത്രീ വിരോധം മാറ്റാൻ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണ് ആനന്ദവല്ലി എന്ന് കരുതിയാ മതി. അവളുടെ കാര്യം ഓർത്താ മതി. സ്ത്രീ വിരോധം കൂടത്തേ ഉള്ളൂ. അണ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? സത്യം പറയാലോ, വീട്ടിലേക്ക് പോവാൻ തന്നെ പേടിയാ എനിക്കിപ്പോ. ഒരുമാതിരി വളർത്തുപൂച്ചയുടെ സ്വഭാവം അവൾക്ക്. ഏത് നേരം നമ്മളെ മുട്ടി ഒരുമിച്ച് ചലിച്ചോണ്ട് നടക്കും. ഒരു സൗര്യം തരില്ല. ഞാൻ അവളെ കൊണ്ട് മടുത്തിരിക്കാം. എനിക്ക് പലപ്പോഴും കൈ നിവർത്തി ഒന്ന് കൊടുത്താലും തോന്നുക. വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. എന്തായാലും നന്നായി. അണ്ണന്റെ ഈ കൈ കൊണ്ടൊരെണ്ണം കൊടുത്താലേ 4 കഷ്ണമാവത്തില്ല ആ പെണ്ണ്. നീ മുമ്പൊരിക്കൽ പറഞ്ഞ ശരിയെന്നാ തോന്നുന്നത്. ആ അമ്മയുടെ മോളുടെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോ അവരെന്തൊക്കെയോ കരുതിക്കുട്ടി ചെയ്യുന്ന പോലെ. ഓട്ടെന്നേ, ഒന്നുമല്ലെങ്കിലും ഒരു കൊച്ചു പെണ്ണല്ലേ? തൊട്ടുരുമ്മി നടക്കുമ്പോ അതിനൊരു സുഖം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെന്നേ. അണ്ണന് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ മുട്ടി ഒരുമി സൂയിക്കാൻ നടക്കാന്നാ നീ കരുതിയത്? അയ്യോ അണ്ണ, ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല.